Hello, welcome to What's Your Story. This is Vidya. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് DIY ക്രിസ്മസ് ട്രീയുടെ ഓർണമെന്റ്സ് ആണ്. നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈസിലി അവൈലബിൾ ആയ കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന DIY ആണ്. അപ്പം യൂഷ്വലി എൻ്റെ ട്രീക്ക് ഭയങ്കര ബ്ലിങ് ബ്ലിങ് ആയിരിക്കും, നിറച്ച സാധനമായിരിക്കും. ഇത്തവണ ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ബ്ലിങ് ബ്ലിങ് അല്ലെങ്കിൽ ഇത്തിരി കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത്തിരി സൂപ്പർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നേച്ചർ ഇൻസ്പയർഡ് അല്ലെങ്കിൽ വിന്റർ ഇൻസ്പയർഡ് തീമാണ്. ഇതിനെ സ്കാൻഡിനേവിയൻ ഇൻസ്പയർഡ് ക്രിസ്മസ് ട്രീ എന്നും പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലി ക്രിസ്മസ് ട്രീസ് ഒക്കെ പണ്ടൊക്കെ ആൾക്കാർ ഡെക്കറേറ്റ് ചെയ്തിരുന്നത് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. അപ്പം അത് നമ്മളെ എന്താ പറയുക, ഫ്രൂട്ട്സ്, പോപ്കോൺ, ക്രാൻബെറി, അങ്ങനെ പിന്നെ പുറത്തുനിന്നുള്ള കമ്പ്, കോല്, പേപ്പർ, അതൊക്കെ വെച്ചിട്ടാണ് പണ്ടൊക്കെ ആൾക്കാർ ഇത് ട്രീ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. നമ്മളീ കാണുന്ന പോലത്തെ ഉരുണ്ട റൗണ്ട് ബോൾസ് ഒന്നും അന്ന് പ്ലാസ്റ്റിക് ബോളൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിപ്പം ഇറ്റ്സ് എ മിക്സ് ആൻഡ് മാച്ച്, പ്യൂർലി ട്രഡീഷണൽ അല്ല. അപ്പം തുടങ്ങാല്ലേ നമുക്ക്. നമ്മുടെ ആദ്യത്തെ DIY ഈ കാണുന്ന ഓർണമെന്റ് ആണ്. ഇത് ഓറഞ്ചിന്റെ സ്ലൈസ് ആണ്, ആക്ച്വൽ റിയൽ ഓറഞ്ചിന്റെ സ്ലൈസ് ആണ്. ഡ്രൈഡ് ഓറഞ്ച് സ്ലൈസസ്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് തൂക്കാനായിട്ട് ഞാൻ വെറുതെ ഒരു ഓർണമെന്റിന്റെ ക്ലിപ്പ് ഇതിന്റെ ഉള്ളിൽ കൂടി കുത്തി വെച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിലൊരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് ചരട് വെച്ച് തൂക്കിയിടുകയും ചെയ്യാം കേട്ടോ. ഡ്രൈഡ് ഓറഞ്ച് സ്ലൈസസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓറഞ്ച് ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞേക്കാണ് ഫുള്ള്. ഞാൻ അറ്റ ആവുമ്പോൾ എടുക്കുന്നില്ല, ബിക്കോസ് അപ്പം സൈസ് ഭയങ്കര കുറഞ്ഞു പോകും. ഇത് ഓൾമോസ്റ്റ് ഈവൻലി സൈസ് പോലെയാണ് വേണ്ടത്. കണ്ടോ, ഇത് അറ്റം രണ്ടും മുറിച്ച് കളയാം. ആദ്യത്തെ പീസ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരേ സൈസ് ആയിട്ട് കിട്ടുമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇടയ്ക്ക് ചിലപ്പം കീറിപ്പോകുന്ന കഷ്ണം ഉണ്ടാവും, അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെ ഒരു വയർ റാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ബേക്കിംഗ് ട്രേയുടെ മുകളിൽ ഇത് നിരത്തി വെക്കുക. എന്നിട്ട് 250 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 120 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 4 to 6 hours ഇത് അവനിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂറൊക്കെ കഴിയുമ്പം ഇതൊന്ന് തിരിച്ചിടും കേട്ടോ. വയർ റാക്ക് ഉണ്ടെങ്കിൽ ഗുണം വെച്ചാൽ അടിയിൽ എയർ ഫ്ലോ ഉണ്ടാവും, അപ്പം ഈവൻലി അത് ഉണങ്ങി കിട്ടും. നിങ്ങൾക്ക് ബേക്കിംഗ് ട്രേയുടെ മുകളിൽ വെക്കുന്ന വയർ റാക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ പാർച്ച്മെന്റ് പേപ്പറും വെച്ചിട്ട് ചെയ്യാം. ഇതാകുമ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവനില്ലെങ്കിൽ നിങ്ങൾക്കിത് സൺ ഡ്രൈ ചെയ്യാം, നല്ല വെയിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൂമിൽ എയർ ഡ്രൈ ചെയ്യാം, അധികം ഹ്യൂമിഡിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കേട്ടോ. ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ ഇത് റൂമിൽ ഡ്രൈ ചെയ്യുന്നത് ഇത് പൂത്തു പോകും, മിക്കവാറും ഡ്രൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഡ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ. ഞാനിത് അവനിൽ ഒരു 3.25 to 4 മണിക്കൂർ, ഓൾമോസ്റ്റ് 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും ഞാൻ ഈ സ്ലൈസസ് മറച്ചിട്ടിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവനിന്ന് പുറത്തെടുത്തപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഈവൺ ഒരു ഫോട്ടോ പോലും എടുക്കാൻ മറന്നുപോയി. അവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റേജ് ആണിത്. അപ്പോൾ ഒന്നുകൂടി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഹാർഡായിട്ടുള്ള ഓറഞ്ച് സ്ലൈസസ് ആണ്. ഇത് ഉറുമ്പായിരിക്കൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഉണങ്ങാൻ നിൽക്കണ്ട. അവന് എടുക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പുറത്ത് ഇരിക്കുന്നതോറും അത് ഡ്രൈ ആയിക്കോളും. കണ്ടോ, ഈ 2 കളർ കണ്ടോ, ഇതിൽ നിന്ന് കുറച്ച് ഡാർക്കറായി, പക്ഷെ ഇതാണ് മാക്സിമം നമുക്ക് ഡാർക്ക് ആവാൻ പറ്റുന്നത്. അതിന്റെ ഭംഗി പോകും ഇതിൽ കൂടുതൽ ഡാർക്ക് ആയി കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ നോക്കേണ്ട കറക്റ്റ് കളർ. ഓക്കെ, ഇതിന് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ടി കുറച്ച് മുറിച്ചു കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് വിത്ത് ദിസ്, കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക, കട്ടി കുറച്ചിട്ട് ചെയ്യാൻ പാടില്ലാന്ന് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ രണ്ട് രീതിയിൽ ചെയ്തല്ലോ, വയർ റാക്കിലും ട്രെയിലും വെച്ച് ചെയ്തു. വയർ റാക്കിൽ വെച്ച് ചെയ്തതിന് ഇങ്ങനെ കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്. ആ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ മാർക്കുകൾ വന്നിരുന്നു ചില ഭാഗത്തിട്ട്. എല്ലാ കഷ്ണത്തിനും ഉണ്ടായിരുന്നില്ല, ചില കഷ്ണത്തിന് ഒരു സൈഡിൽ അങ്ങനെ മാർക്ക് വന്നിരുന്നു കരിഞ്ഞ പോലെ. അപ്പം ഞാൻ ഈ സൈഡ് കാണിക്കാണ്ട് ഇപ്പുറത്തേക്കാണ് ഇട്ടേക്കുന്നത്. ബട്ട് ട്രെയിൽ വെച്ചതിന് ഒരു കുഴപ്പമില്ല, 2 സൈഡും നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ഈ കാണുന്ന ഓർണമെന്റ് ആണ്, സ്റ്റാറിന്റെ ഓർണമെന്റ്. ഞാനത് 2-3 എടുത്ത് പുറത്തേക്ക് കാണിച്ചു തരാം. ഇതിന് ഞങ്ങളുടെ ബാക്ക് യാർഡിലെ കുറച്ച് മരത്തിന്റെ ഉണങ്ങിയ കമ്പ് മുറിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒന്നും ആവശ്യമില്ല, ഹോട്ട് ഗ്ലൂ മാത്രം മതി. ഈ സ്റ്റാർ ഓർണമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്ക് യാർഡ് പോയിട്ട് കുറച്ച് ഇങ്ങനെ കമ്പുകൾ ഉണക്കേണ്ട്, കുറച്ച് ഫ്രഷും ഉണ്ട്. ഇത് ഇങ്ങനെ കുറെ കമ്പ് പറക്കിക്കൊണ്ടു. അതിനെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് മുറിച്ചേക്കുന്നത് കേട്ടോ. പൊട്ടിച്ചെടുക്കാൻ നോക്കരുത്, ബിക്കോസ് പൊട്ടിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണക്ക കമ്പാണെങ്കിൽ ഇത് ഇങ്ങനെ വരും. ഇത് വേണ്ട, നമുക്ക് ക്ലീൻ എഡ്ജ് വേണം. അപ്പൊ ഞാൻ ഇതൊരു കത്രിക വെച്ചിട്ടാണ് മുറിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കണ്ട, ഇത്രയും നീളമുള്ള കഷ്ണങ്ങൾ ഇതിലത് അതുപോലെ എടുത്തു. നമ്മൾ ഇത് വെച്ചിട്ട് ഭയങ്കര എളുപ്പമുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈസി, വെരി ഈസി ആക്ച്വലി, ഗിവ്സ് എ റസ്റ്റിക് ഫീൽ ഓൾസോ. അപ്പോൾ ആദ്യം തന്നെ ആ മുറിച്ച കഷ്ണങ്ങൾ നമ്മൾ എല്ലാ പീസും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല, അത് കാരണം ആദ്യം ഒന്ന് വെച്ച് നോക്കാം. ഇനിയിപ്പം ഈ 2 പീസാണ് ഏറ്റവും നീളമുള്ള പീസ് വേണ്ടത്.
ഇത് രണ്ടും നെക്സ്റ്റ് നീളം കുറഞ്ഞത്, ഇത് ഏറ്റവും നീളം കുറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മുറിക്കേണ്ടത്. സോ ഇഫ് യു കെൻ സീ അല്ല, രണ്ടത്തിൽ നീളം കൂടുതലാണ്, ഇത് ഏറ്റവും ചെറുതാണ് ആ മുകളിൽ വരുന്ന പീസ്. കുറച്ച് നേരം പിടിക്കാം. ഇനി നമ്മൾ പറഞ്ഞത് ഇതിങ്ങനെ റൈറ്റ്. ഇവിടെ ഏറ്റവും കുറവ് ഗ്ലൂ വയ്ക്കാൻ നോക്കുക, ബിക്കോസ് അതില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഉണങ്ങി കഴിഞ്ഞാലേ കട്ടി കൂടുതലായതുകൊണ്ട് ഇറ്റ് മേക്ക് സെൻസ് ഇങ്ങനെ. അപ്പം ഇവിടെ നമ്മൾ അതിൻ്റെ മുകളിലേക്കല്ല ഇങ്ങനെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇങ്ങനെ പൊക്കി പിടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അതേപോലെ മുകളിലത്തെ കഷ്ണവും ബാക്കിയുള്ള പീസസിനോട് ഗ്ലൂ ചെയ്ത് വെച്ചേക്കുകയാണ്. ലാസ്റ്റ് പീസ് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇവിടെ ഒട്ടിയിട്ടില്ല. സോ ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ ഗ്ലൂവിൻ്റെ നാരുകളൊക്കെ ഇവിടുന്ന് പറിച്ച് കളയും. ഇപ്പം പറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രജൈലായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചെറിയ ചെറിയ സ്റ്റാറുകൾ. again ഇത് തൂക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ചാക്കുവള്ളി വെച്ചിട്ട് ഒരു കൊളുത്ത് പോലെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ നേരെ ഒരു ഓർണമെൻറ്റ് ഹുക്കിൽ ഡയറക്റ്റ്ലി തൂക്കിയേക്കാണ്. ഞാൻ ഏതായാലും കമ്പിൻ്റെ സ്റ്റാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് തന്നെ ട്രീ ടോപ്പർ ഉണ്ടാക്കാമെന്ന്. ജസ്റ്റ് ഒന്ന് സൈസിൻ്റെ കമ്പാരിസൺ കാണിച്ചു തരാണ്. ഇതേ മരത്തിൻ്റെ തന്നെ കമ്പാണ്, അത് വലിയ കമ്പും ഞാൻ മുറിച്ചിട്ട് ഇതുപോലെ വലിയൊരു സ്റ്റാർ ഉണ്ടാക്കി. എക്സ്ട്രാ ഗ്ലൂ ഒക്കെ ഉണ്ട് ഇവിടെ, ചിലത്തിൽ കട്ടിയുള്ള കഷ്ണമാണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സ്റ്റാറിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കറക്റ്റ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു മരക്കഷ്ണം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതിനെ ബേസായിട്ട് അതും ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചേക്കാണ്. എല്ലാം ഹോട്ട് ഗ്ലൂ ആണ് ആസ് യു ക്യാൻ സീ. അപ്പം ഇതിനിപ്പോൾ എനിക്ക് നേരത്തെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇത് ഈ കമ്പിനോട് കെട്ടാം, ഈ ട്രീയുടെ ഭാഗം. അത് നമ്മൾ സാധാരണ ഈ ഗാർഡൻ മറ്റേ ഫ്ലോറൽ വയർ വെച്ചിട്ടാണ് ഞാൻ സാധാരണ കെട്ടുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വെറും പ്ലെയിൻ ആവുമല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ചെറിയ ലൈറ്റുകൾ കിട്ടുമല്ലോ. ഈ ലൈറ്റ് ആക്ച്വലി ഇത്തിരി വ്യത്യാസമാണ് ട്രിഗിനെക്കാട്ടിലും, പക്ഷേ ദാറ്റ്സ് ഓക്കെ. ട്രീ ടോപ്പർ അങ്ങനെ നമുക്ക് ഒരേപോലത്തെ ലൈറ്റ് കിട്ടില്ലല്ലോ. ഇതാണ് ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റാണ്. അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ചുറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടും. ഈ ട്രീ ടോപ്പർ സ്റ്റാറാണ് കേട്ടോ. അപ്പം ഇതെന്തായാലും ട്രീയുടെ ഉള്ളിൽ പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് ചുറ്റി തുടങ്ങാം. അത് ഒളിച്ച് വയ്ക്കാൻ എളുപ്പമായിരിക്കും ബാറ്ററി. ഈ എൻ്റെ ഉള്ളിൽ കൂടി ചുറ്റിയെടുക്കുക. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് നമ്മുടെ അവസാനത്തെ ഭാഗം എത്തി അത് ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് റാപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ട്രീ ടോപ്പർ റെഡിയായി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചുള്ള DIY ആണ്. വേറെ ഭയങ്കര എളുപ്പമുള്ളൊരു ഓർണമെൻറ്റ് ഉണ്ടാക്കുന്നത് ഒന്ന് ഇങ്ങനെയാണ്, ഒന്ന് ഇങ്ങനത്തെയാണ്. ഇതൊക്കെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ആണ്. ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ സിമ്പിൾ ബോൾ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബക്കിളിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഒരു പെർമനൻറ്റ് മാർക്കർ വെച്ച് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ബെൽറ്റിൻ്റെ ഇപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ രണ്ടും ടേപ്പ് ചെയ്ത് അപ്പുറം ടേപ്പ് ചെയ്തിട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഞാൻ ഒഴിവാക്കി വിട്ടിട്ട് അവിടെ മോഡ് പോജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗ്ലൂ ഉപയോഗിക്കുക കേട്ടോ. അത് ഒരു ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് കറുത്ത ഗ്ലിറ്റർ ഇടാം. ഇതെന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗോൾഡ് ഭാഗമില്ലേ അവിടെയും നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഗ്ലൂ പെയിൻറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഗ്ലിറ്റർ ഇടാം. അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡേർഡ് ബക്കിളിൻ്റെ ഓർണമെൻറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു ഓർണമെൻറ്റ് ഇതുപോലെ തന്നെ ഞാൻ ഈ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ബോളിൻ്റെ മുകളിൽ വെറുതെ ഫ്രീ ഹാൻഡ് ചെയ്താണ് ഒരു പെർമനന്റ് മാർക്കർ വെച്ചിട്ട് ഞാൻ കുറച്ച് സ്വേൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു. ആ വരച്ച ഭാഗത്ത് മാത്രം ഗ്ലൂ ഒരു ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഗ്ലിറ്റർ ഇട്ടു, ഉണക്കി. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബഞ്ച് കുറേ ഓർണമെന്റ്സ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിപ്പോൾ ട്രീന് ഒരു കസ്റ്റമൈസ്ഡ് ലുക്ക് കിട്ടും നമുക്ക്. ഇത് നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ഒരു DIY ആണ്. കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വേറെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു ക്രിസ്മസ് ഓർണമെന്റ്സ് ആണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയോ, മുട്ട വരുന്ന കാട്ടനില്ലേ, എഗ് കാട്ടൻ എന്നാണ്. എഗ് കാട്ടൻ ഇങ്ങനെയായിരിക്കും എഗ് കാട്ടൻ്റെ ഷേപ്പ്, മുട്ടയിൻ്റെ ഉള്ള ഉണ്ടാവുക. അമ്മൻ്റെ ഫ്ലാപ്പ് വെച്ച് അടച്ചു വെക്കുന്നത്. അത് ഈ ഒരു പൂവിൻ്റെ ഷേപ്പിൽ മുറിച്ചു. എന്നിട്ട് സാധാരണ റെഡ് ക്രാഫ്റ്റ് പെയിന്റ് ഞാൻ പെയിന്റ് ചെയ്തു. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇൻഡിവിജ്വൽ ബെൽസ് ഡോളർ ട്രീയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നടുക്കൊരു ഓട്ട തുളച്ച് ഒരു ട്വൈനിന്മ കെട്ടി പുറത്തേക്ക് ഇട്ടിട്ട് 3 എണ്ണത്തിനെ ഒന്നിച്ച് കെട്ടി കണ്ട. ഈ കെട്ട് കാണുന്ന ഇവിടെ ജസ്റ്റ് ടു ബി ഷുവർ അതിനെ ഒന്ന് ഹോട്ട് ഗ്ലൂ ചെയ്ത് വെക്കുകയും ചെയ്തു 3 എണ്ണം ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലെ തന്നെ ഒരു കൊളുത്ത്, ഇതൊരു സാധാരണ ട്വൈനാണ്, അത് വെച്ചൊരു കൊളുത്തുണ്ടാക്കി. കൊളുത്തും ഈ ജോയിന്റ് കാണാണ്ടിരിക്കാനായിട്ട് അവിടെ ഒരു ബെല്ല് ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇറ്റത്ത് മാത്രം ഈ മോഡ് പോജ് അല്ലെങ്കിൽ ഗ്ലൂ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് ഗ്ലിറ്ററിൽ ഇങ്ങനെ മുക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ബെല്ലായതുകൊണ്ട് നല്ല രസമാണ്. ഇതിനൊരു കിലുക്കമുണ്ട്. ഇതെങ്ങനെ ട്രീയിൽ കിടക്കുന്ന നല്ല ഭംഗിയാട്ടോ അത് കാണാൻ. വേറെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർണമെൻ്റ് ആണിത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഇങ്ങനെ ക്ലിയർ പ്ലാസ്റ്റിക് ഓർണമെന്റ്സ് ആയി കിട്ടും ഇവിടെ. അത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് ഇത് ബോൾഡ് ഷേപ്പിലല്ല, നമ്മൾ ഒരു ഓവൽ ഷേപ്പ്, അങ്ങനെ പല പല ഷേപ്പിൽ കിട്ടാനുണ്ട്. നമുക്ക് ഈ ട്രീ ഇങ്ങനെ പല പല ഷേപ്പിൽ മൈക്കിൾസിൽ വാൾമാർട്ടിലൊക്കെ കിട്ടും. അതിൻ്റെ ചെറിയൊരു ബേസ് ഉണ്ട്. ആ ബേസിൽ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് ഞാനൊരു ട്വീസർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കുത്തി വെച്ചു. അത് വന്നു പോയി നിന്ന സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കുത്തി വെച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സ്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ഒരു സാധനം ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ തിളങ്ങുന്ന പീസസ് ആണിത്. ഇത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. കണ്ട ഈ കാണിച്ചു കണ്ട ഇങ്ങനെ കാണുന്ന സാധനമാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു ഇതുമില്ല. നമുക്ക് ഈ മരമല്ലാണ്ട് പല പല ചെറിയ മിനിയേച്ചർ സാധനങ്ങൾ കിട്ടും. അത് ഈ ഓട്ടയെ കൂടി അതിനുള്ളിൽ കയറുമെന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സീനറി നമുക്ക് ഇതിലുണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ചെറിയ DIY വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.